നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആൻമരിയ, സെൻറ് ജോൺ CSI ചർച്ച് അടിമാലി 200 സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിൻ്റെ 211 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മനോഹരമായ ദിവസത്തിൽ നാം ചിന്താവിഷയമായി എടുത്തിരിക്കുന്നത് 116 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സങ്കീർത്തനം വളരെയധികം എന്ന് പറഞ്ഞാൽ മരണത്തോളം മാനസിക സംഘർഷം അനുഭവിച്ചിട്ട് അവിടെ നിന്നും വിടുതൽ നേടി രക്ഷയിലോട്ട് പ്രവേശിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ തന്നെ ആത്മാവിനോട് ശാന്തമാവുക എന്നും സ്വസ്ഥമായിരിക്കുക എന്നും അപേക്ഷിച്ചുകൊണ്ടുള്ളൊരു കീർത്തനമാണ്. ഇവിടെ ഒരു വ്യക്തി തൻ്റെ അവസ്ഥയെപ്പറ്റി 3-4 വാക്യങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, വെറുതെ ചുറ്റുകയല്ല, അത് മുറുകിയിട്ടുണ്ടാവും. പാതാളപാശങ്ങൾ എന്നാൽ സാധാരണ മനുഷ്യൻ്റെ വേദനയല്ല, അതിലധികമായ വേദനയും കഷ്ടതയും സങ്കടവും അനുഭവിച്ചു. അപ്പോൾ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഇതാണ് ആ വ്യക്തിയുടെ അവസ്ഥയും ആ അവസ്ഥയിൽ അയാൾ പ്രവർത്തിച്ച പ്രവൃത്തിയും. ആ വ്യക്തിക്ക് ഈ അവസ്ഥ വരുവാനുണ്ടായ കാരണം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ അല്പബുദ്ധിയെ പാലിക്കുന്നുവെന്ന്. അല്പബുദ്ധിയല്ല യഹോവ നമുക്ക് നൽകിയിരിക്കുന്നത്, നമുക്ക് നല്ല ബുദ്ധി യഹോവ നൽകിയിരിക്കുന്നു. എന്നാൽ ആ വ്യക്തി എപ്പോഴോ തൻ്റെ അല്പബുദ്ധിയിൽ ചിന്തിച്ചു, അല്ലെങ്കിൽ നേർബുദ്ധിയിൽ നിന്നും വ്യതിചലിച്ച് പ്രവർത്തിച്ചു. ഇതാണ് ആ വ്യക്തിക്ക് അവസ്ഥ വരുവാനുണ്ടായ കാരണമെന്നും പിന്നീട് എളിമപ്പെട്ടു എന്നും യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നും പറയുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ യഹോവയായ ദൈവം എന്തു ചെയ്തു എന്ന് 1-2 വാക്യങ്ങളിൽ പറയുന്നു. യഹോവ എൻ പ്രാർത്ഥനയും യാചനകളും കേട്ടു, അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചു. 6-ാമത്തെ വാക്യത്തിൽ അവൻ എന്നെ രക്ഷിച്ചു എന്നും പറയുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയെ നമുക്ക് ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കാം. മനസ്സ് വേദനിക്കുന്നതിനോടൊപ്പം ശാരീരികമായി നാം തളർന്നു പോകും. നമുക്ക് ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുമോ എന്നുള്ള ആദി, ഭ്രാന്തമായ ചിന്ത തുടങ്ങിയ മാനസികാവസ്ഥകൾ നമ്മുടെ ശരീരത്തെ തളർത്തും. കരച്ചിലും പ്രാർത്ഥനയും വളരെ നേരിയ രീതിയിൽ മാത്രമായി മാറുന്ന ആ അവസ്ഥയിൽ വരെ എത്തി എന്ന് കരുതുക. അല്പബുദ്ധിയിൽ നമുക്കുണ്ടായ ഈ അവസ്ഥയിൽ നിന്നും കരകയറാൻ നാം എളിമപ്പെടണം. യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ശബ്ദമില്ലാത്ത അവസ്ഥയിലോട്ട് നാം എത്തിയാലും അവൻ കാതുകൾ ചായ്ച്ച് നമ്മൾ സ്വരം കേൾക്കും. റോമർ 8:26 പറയുന്നത് പോലെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതെ, ഞെരുക്കങ്ങളായാലും അവൻ ചെവി ചായ്ച്ച് നമ്മെ ശ്രവിക്കും. ഹാബേലിൻ്റെ രക്തത്തിൻ്റെ നിലവിളി കേട്ടതുപോലെ നമ്മുടെ ഏതനർത്ഥത്തെയും ഞെരക്കത്തെയും അറിയുന്നവൻ നമ്മുടെ എളിമയുള്ള മനസ്സിൽ രക്ഷ നൽകും എന്നും നാം തിരിച്ചറിയണം. സങ്കീർത്തനങ്ങൾ 121 പറയുന്നത് പോലെ രക്ഷിക്കാനാവാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. എപ്പോഴും ധൂർത്തപുത്രനെ നോക്കി പാർത്ത പിതാവിനെ പോലെ യഹോവയായ ദൈവം നമ്മെ നോക്കി നോക്കി കാതോർത്ത് കാത്തിരിക്കുന്നു. നാം എളിമപ്പെടണം, അപ്പോൾ അവൻ നമ്മെ രക്ഷിക്കും. 116 സങ്കീർത്തനത്തിൽ രക്ഷപ്പെട്ട വ്യക്തി തൻ്റെ മനസ്സിൽ പറയുകയാണ്, പണ്ട് ഈ അവസ്ഥയിൽ ആവുന്നതിന് മുൻപായിരുന്നതുപോലെ സ്വസ്ഥമായിരിക്കുക എന്നും ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നും ജീവകാലമൊക്കെയും ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കും. കാരണം അവൻ കൃപയും നീതിയും കരുണയും ഉള്ളവനാണ്. ആകയാൽ നീ സ്വസ്ഥമായിരിക്കുക, നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എന്നും പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തുടർന്ന് വരുന്ന 8-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ യഹോവയെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്നു എന്നും പറയുന്നത് നമുക്ക് കാണാം. നമുക്കും നമ്മുടെ പിതാവായ ദൈവത്തിന് ആരാധനയും മഹത്വവും നൽകാം. നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന നല്ലവനായ ദൈവത്തിന് എളിമപ്പെട്ടുകൊണ്ട് എക്കാലവും ഒരു സാഹചര്യത്തിലും ഏത് മരണപാശങ്ങൾ ചുറ്റപ്പെട്ടാലും ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒറ്റ പ്രാർത്ഥനയാൽ നമ്മൾ നഷ്ടപ്പെട്ട എല്ലാ സന്തോഷങ്ങളെയും തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിച്ചു തരുന്നവനായ ദൈവത്തോട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന പിതാവായ ദൈവമേ, ഈ സങ്കീർത്തനത്തിലൂടെയുള്ള യാത്രയെ അങ്ങ് അനുഗ്രഹിക്കണമേ. സങ്കീർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും
ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ അല്പബുദ്ധിയിൽ ചിന്തിക്കാതെ നേർബുദ്ധിയിൽ കാര്യങ്ങൾ നടത്തുവാനും തെറ്റുകൾ പറ്റിയാൽ എളിമപ്പെട്ട് തിരിച്ചു വരുവാനും ഇടയാക്കുമാറാകണമേ. ആമേൻ.